السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ആരംഭപ്പൂവായ പുണ്യനബിയുടെ മദ്ഹ് കേൾക്കാൻ വേണ്ടി ഈ ഗ്രൂപ്പിൽ വന്നു ചേർന്ന മുഴുവനും സത്യവിശ്വാസികളെ, ഈ മഹത്തായിരിക്കുന്ന വാദി ത്വയ്യിബ ഗ്രൂപ്പിന്റെ എല്ലാമായ അഡ്മിന്മാരെ, അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ. ഇതൊക്കെയും പുണ്യനബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഒരു വഴിയാക്കി അള്ളാഹു മാറ്റട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഗ്രൂപ്പിൽ ഒരുപാട് ദീനീപരമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. നേരത്തെയും ഒരുപാട് തവണ ഈ ഗ്രൂപ്പിലേക്ക് പല വിശേഷ ദിവസങ്ങളിലും കടന്നു വന്ന് നിങ്ങളുമായി സംവദിച്ച ആളാണ് ഈ വിനീതൻ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്റെ പരിചിതരും സ്നേഹിതരുമാണ്. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി തരട്ടെ. ആദ്യമായി എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നല്ല മാസമാണ്, പുണ്യനബിയുടെ മദ്ഹ് പറയുന്ന മാസമാണ്. ഓരോ മദ്ഹിന് ശേഷവും അള്ളാഹുവിന്റെ ഹബീബിനെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അള്ളാഹു ഹബീബിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാവരും അത് ഇടതേടി ദുആ ചെയ്യണം. അള്ളാഹു കബൂലാക്കട്ടെ. സ്വലാത്തിന്റെ മഹത്വം എന്നതാണ് ഇന്നത്തെ വിഷയം. ഹബീബായ നബി തങ്ങളോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം ഏതെന്ന് ചോദിച്ചാൽ, ഹബീബ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു അലയ്യ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർഷിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, രക്ഷയുമോതുക. ആ വാക്കിന് തൊട്ട് മുമ്പ് അള്ളാഹു പറയുന്നുണ്ട്, ഇതൊറ്റടിക്ക് പറയുന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഓതിക്കൊണ്ടാണ് ആ ആയത്ത് വരുന്നത്. തുടക്കത്തിൽ തന്നെ പറയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹ് പറയാണ്, ഞാൻ എന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ. വമലായികതഹു, എന്റെ മലക്കുകളും അള്ളാഹുവിന്റെ മേൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് കേട്ടോ. അള്ളാഹുവും ഉത്കൃഷ്ട സൃഷ്ടികളായ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് പറയുന്നത്? നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്നത്. കാരണം ഒറ്റയടിക്ക് അള്ളാഹു നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ പറയുന്നതല്ല, മറിച്ച് ഞാനും എന്റെ മലക്കുകളും ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ സംശയം വേണ്ട, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഏറ്റവും വലിയ ഈ ലോകത്തെ പടച്ച ഞാൻ എന്റെ ഒരു അടിമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളും പുണ്യനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക, അതിൽ മടി കാണിക്കരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കൂ, മഹാനായ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഫലഹു, അവനിക്കുണ്ട് അശറ അംസാലിഹ, അതായത് 10 അതുപോലെയുള്ള നന്മകൾ, 10 നന്മകൾ അവന്റെ മേൽ എഴുതി വെക്കും. ഒരു സ്വലാത്തിൽ 10 കൂലി കിട്ടുന്നൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? 10 നന്മകൾ ഉണ്ടാകും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മേൽ ഒരു നന്മ എഴുതി വെക്കുകയാണ്. അതോടൊപ്പം വലിയ സ്വലാത്തിന്റെ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകുകയാണ്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തു താജ്, എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ചൊല്ലുന്ന സ്വലാത്താണ്. പുണ്യനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ അടങ്ങാത്ത ആഗ്രഹം വെച്ച് പുലർത്തുന്നവർ എപ്പോഴും പതിവാക്കുന്നതാണ് സ്വലാത്തു നാരിയ, നാരിയത്ത് സ്വലാത്ത്. എല്ലാ രോഗങ്ങൾക്കും ശിഫ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആഫിയത്തിന് വേണ്ടി കേഴുന്നവർ പുണ്യനബിയെ ഇടത്തേടി ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്ത് തിബ്, സ്വലാത്തു ഷിഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ എന്ന് തുടങ്ങുന്ന സ്വലാത്ത്.
ഏറ്റവും പ്രസിദ്ധമായ സ്വലാത്ത് ഏതെന്ന ചോദ്യത്തിന് എല്ലാവരും പറയുന്ന മറുപടി സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഉൾപ്പെട്ടത്. പുണ്യനബിയോടുള്ള അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾ നോക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പേര് പോലും അള്ളാഹു വിളിക്കുന്നില്ല. വിളിക്കുന്നത് മറ്റു പല വിശേഷ നാമങ്ങളുമായിട്ടാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ എന്നൊക്കെ വിശേഷമായിരിക്കുന്ന പേരുകളെ കൊണ്ടാണ്. മാത്രമല്ല, ഒരു മനുഷ്യന് ഒരു ദിവസം 5 വഖത്ത് അവൻ നിസ്കരിച്ചേ മതിയാവും. മുസ്ലിമായൊരുത്തൻ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ 5 വഖത്ത് നമസ്കാരത്തിൽ പുണ്യനബിയെ കൂടാതെ അവനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നിസ്കാരം സ്വഹയ്യാവണമെങ്കിൽ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ പോകാൻ കഴിയില്ല. സ്വലാത്തിനും സലാമിനും അത്രമേൽ മഹത്വമുണ്ട്. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ വിടാതെ പിന്തുടർന്ന മുത്തബിഉസ് സുന്ന എന്ന താബിഈങ്ങൾ അറിയപ്പെട്ട പ്രമുഖനായിരിക്കുന്ന പണ്ഡിതനും ആശിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, നേതാവാണ്, ആശിഖു റസൂലാണ്. പുണ്യനബിയോട് അടങ്ങാത്ത പ്രിയം വെച്ചുകൊണ്ട് രാത്രികളെ ഹയാത്താക്കി സ്വലാത്ത് ചൊല്ലി ജീവിതം കഴിച്ചു കൂട്ടിയവരാണ്. മഹാനായിരിക്കുന്ന ഹസനുൽ ബസ്രി തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരി വരുന്നുണ്ട്. എന്റെ മകൾ മരണപ്പെട്ടു കഴിഞ്ഞു. വല്ലാത്ത വിഷമത്തില് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ചോര ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ രംഗം പറയാണ്. എന്നിട്ട് പറയാണ്, ഒരുപാട് കഷ്ടപ്പാട് ദുനിയാവിൽ എന്റെ മകൾക്കുണ്ടായിരുന്നു. അവരുടെ ആഖിറത്തിലെ അവസ്ഥ എന്താണ്? മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്നം കാണുകയാണ്. സ്വലാത്ത് ചൊല്ലിയപ്പോൾ സ്വപ്നം കാണുന്നു. കഠോരമായിരിക്കുന്ന ശിക്ഷ അനുഭവിക്കുകയാണ്. എങ്ങനെയാണ് ഉമ്മയോട് പറയാ? ഉമ്മയോട് കുറച്ച് കാലം കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് വാ, ഞാൻ പറയാന്ന് പറഞ്ഞിട്ട്. പിന്നെ വല്ലാത്ത വിഷമമായി ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങളവറുകൾ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ 5-6 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും സ്വപ്നം കാണുന്നു. സ്വർഗീയ സുഖം ആ ഖബറിൽ ഈ പെണ്ണ് ആസ്വദിക്കുകയാണ്. മഹാനവറുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ടപ്പോൾ നീ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുകയായിരുന്നു, ഇപ്പോൾ സുഖം അനുഭവിക്കുകയാണ്, സ്വർഗീയ സുഖത്തിൽ ആറാടുകയാണ്, എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയാണ്, എന്നാൽ ഇന്ന ദിവസം ഒരു സ്വാലിഹായ മനുഷ്യൻ ഞങ്ങളുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പുണ്യനബിയോട് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ട്. നോക്കണം, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത കിതാബിലുള്ളതാണ്. അപ്പൊ എന്റെയും ഈ ഖബറാളികളായിരിക്കുന്ന 500 പേരുടെയും ദോഷങ്ങൾ അള്ളാഹു ആ സ്വലാത്തിന്റെ ഫضل കൊണ്ട് അള്ളാഹു പൊറുത്തു എന്നതാണ്. ഈ സ്വലാത്ത് എന്നുള്ളത് അതിന്റെ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അർത്ഥം അറിയണ്ടേ? സ്വല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് നബിയുടെ മേൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും ഉണ്ടാവട്ടെ. സത്യത്തിൽ നമ്മുടെ ഒരു ദുആ അള്ളാഹുവിന്റെ ഹബീബിന് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പാപസുരക്ഷിതനാണ് പുണ്യനബി, പാപങ്ങളെ ഉണ്ടായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിതത്തിലുടമയാണ് പുണ്യനബി. നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് പുണ്യനബി. നമുക്ക് വേണ്ടി ശഫാഅത്തുൽ ഉളമയിൽ ഏർപ്പെടുന്ന ആളാണ് പുണ്യനബി. നമ്മുടെ കൈകളിലേക്ക് ഹൗദുൽ കൗസർ കോരി ഒഴിക്കുന്നവരാണ് പുണ്യനബി. ആ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ ഒരു ഗുണം ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് അതിന്റെ സിർ? എന്താണ് അതിന്റെ രഹസ്യം? മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സ്വല്ലൂ അലയ്യ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്നഹാ സ്വലാത്തുൽ ലക്കും, അത് എനിക്കുള്ള സ്വലാത്തല്ല, നിങ്ങൾക്കുള്ള സ്വലാത്താണ്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ, ഹബീബിന് വേണ്ടി ചൊല്ലുന്നതല്ല. ഹബീബിന് വേണ്ടി ചൊല്ലുന്നതാണെങ്കിൽ അത് ഹബീബിനല്ല, അത് നമുക്ക് വേണ്ടിയാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ മഗ്ഫിറത്തുൽ ലക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ് ഓരോ സ്വലാത്തും. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ നസിയ സ്വലാത്തുൻ അലയ്യ, ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നുപോയാൽ
അവൻ സ്വർഗത്തിന്റെ വാതിൽ മറന്നുകൊള്ളട്ടെ. ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നുപോയാൽ അവൻ സ്വർഗം മറന്നുകൊള്ളട്ടെ. മൻ നസിയ സ്വലാത്തുന അലയ്യ, ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നുപോയാൽ അവൻ സ്വർഗം മറന്നുകൊള്ളട്ടെ. അവർക്ക് സ്വർഗം കിട്ടൂല. ഹബീബിനെ പുൽകാതെ, മുഹമ്മദിയത്ത് ഹൃദയത്തിൽ കുടികൂട്ടാതെ നമുക്ക് സ്വർഗം കിട്ടാൻ കഴിയില്ല. എന്താ ഹബീബിനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്? ഏറ്റവും വലിയ സ്നേഹം സ്വലാത്ത് ചൊല്ല, നിരന്തരം സ്വലാത്ത് ചൊല്ല. ഏത് സമയത്ത് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് മറന്നുപോയി, പെട്ടെന്ന് മറവി വന്നു, വിചാരിച്ചത് ഓർമ്മ കിട്ടുന്നില്ല. നല്ല മനസ്സോടുകൂടി സ്വലാത്ത് ചൊല്ലി നോക്ക്, അതിന് പരിഹാരം ഉണ്ടാവും. പ്രസവത്തിന്റെ പ്രയാസമാണ്, പെണ്ണുങ്ങൾ സ്വലാത്ത് ചൊല്ലി നോക്ക്, പരിഹാരമുണ്ടാകും. ഗർഭസ്ഥ അവസ്ഥയിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി നോക്കൂ, ആശ്വാസമുണ്ടാവും. രോഗികൾ സ്വലാത്ത് ചൊല്ലി നോക്കുക, ആശ്വാസമുണ്ടാവും. കാരണം നിബിധങ്ങൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ആ ഹൃദയത്തിൽ ആ നിബിധങ്ങളുടെ നൂറ് അലിഞ്ഞു ചേർന്നാൽ നമുക്കൊക്കെ ആശ്വാസമുണ്ടാകും. ചിലപ്പോൾ രോഗം ഉണ്ടാവും, പക്ഷെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തുമ്മഇനീനത്തിലിട്ട് തരും, ഒരു കുളിർമ ഇട്ട് തരും, ഒരു സന്തോഷം ഇട്ട് തരും. ആ സുറൂര്യത്തിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. സ്വലാത്തിലൂടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുണ്യനബിയെ ജീവിതകാലത്ത് നമുക്ക് സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.